ദിവസക്കൂലി 500 രൂപ എന്ന തേയില തൊഴിലാളികളുടെ ആവശ്യം അപ്രായോഗികമാണെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. ഇത് അംഗീകരിച്ചാൽ തോട്ടമേഖല സ്തംഭിക്കുമെന്നും തൊഴിൽ മന്ത്രി പറഞ്ഞു. ഞാൻ ആശങ്കയോടുകൂടി തന്നെയാണ് കാര്യങ്ങൾ വീക്ഷിക്കുന്നത്. കാരണം എല്ലാവർക്കും അറിയാവുന്നതുപോലെ തോട്ടം മേഖലയിൽ പ്ലാന്റേഷൻ മേഖല ആകെ ഒരു പ്രതിസന്ധിയെ നേരിടുകയാണ്. പ്രത്യേകിച്ച് റബ്ബറിൻ്റെ വിലയിടിവ്, തേയിലയുടെ വിലയിടിവ്, ഏലത്തിൻ്റെ വിലയിടിവ്. ഈ പശ്ചാത്തലം എല്ലാം കൂടെ കണക്കിലെടുത്തുകൊണ്ടാണ് നമുക്കിനി മുന്നോട്ട് പോകേണ്ടത്. കേരളത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മളിവിടെ ഏറ്റവും പ്രൊഡക്ടിവിറ്റി കുറവും മറ്റ് സംസ്ഥാനങ്ങളുമായി നോക്കുമ്പോൾ ഉയർന്ന വിലയുമാണ്. പക്ഷേ നമ്മുടെ ഉൽപ്പന്നം കേരളത്തിലെ തേയിലയാണ് ദക്ഷിണേന്ത്യയിൽ ഏറ്റവും വില കുറവുള്ള തേയില. നമ്മളിപ്പോൾ ആസാം ടീയുമായി നോക്കുമ്പോൾ ആസാമിലും ബംഗാളിലുമൊക്കെ മിനിമം വേജ് 100 രൂപയിൽ താഴെയാണ്. നമ്മൾ കോമ്പീറ്റ് ചെയ്യുന്ന മറ്റ് സ്റ്റേറ്റ്സിൻ്റെ ഒരു സാഹചര്യവും കൂടെ കണക്കിലെടുത്ത് നോക്കുമ്പോൾ കേരളം ഒരു ഡിസഡ്വാൻറ്റേജസ് പൊസിഷനിലാണ്, നമ്മുടെ പ്രൊഡക്ടിവിറ്റി കുറവും ഹൈ ഇതുമായിട്ട്. എന്നാൽ ഈ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് എല്ലാവരും കൂടെ വളരെ ഗൗരവത്തോടുകൂടി ആത്മാർത്ഥതയോടുകൂടി ഇത് സമീപിച്ചാൽ മാത്രമേ ഈ മേഖല നിലനിൽക്കത്തുള്ളൂ. ഇല്ല എങ്കിൽ ഞാൻ വല്ലാതെ ആശങ്കപ്പെടുന്നുണ്ട് ഈ മേഖലയുടെ ഭാവിയെക്കുറിച്ച്. തീർച്ചയായിട്ടും തയ്യാറാണല്ലോ. ഇപ്പോൾ വന്നിരിക്കുന്നത് ട്രേഡ് യൂണിയൻ നേതൃത്വത്തെ മൊത്തം അവിശ്വാസത്തിലാകുന്നതാണ്. അത് ഗുണകരമല്ല. ട്രേഡ് യൂണിയൻ നേതൃത്വത്തിൽ എന്തെങ്കിലും അപാകതകൾ ഉണ്ടെങ്കിൽ അവരെ മാറ്റി കൊള്ളാവുന്നവരെ അതിൽ സ്ഥാപിക്കുക എന്നുള്ളതായിരിക്കണം ലക്ഷ്യം. അല്ല ട്രേഡ് യൂണിയൻ നേതൃത്വത്തെ മൊത്തം മാറ്റി നിർത്തി കൊണ്ടുപോകുന്നത് അത് അങ്ങനെ പൊതുവെ എല്ലാവരെയും അടക്കി ആക്ഷേപിച്ച് അവരെല്ലാം കള്ളന്മാരാണ് എന്നുള്ള നിലയിലേക്കുള്ള ഒരു ഇത് പോകുന്നത് ഈ ഒരു അരാജകത്വം ഉണ്ടാവും. അത് ഒഴിവാക്കണം. പക്ഷേ ഇപ്പോൾ ട്രേഡ് യൂണിയനുകളും ഇങ്ങനൊരു സാഹചര്യം ഭയന്നുകൊണ്ട് വളരെ കൂടുതൽ മിലിറ്റൻ്റ് ആയിട്ടുള്ള നിലപാടുകളിലേക്ക് കാര്യം പോവുകയാണ്. അത് അവരെ കുറ്റം പറയുന്നില്ല, അവർക്കുണ്ടായ ഒരു അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ. പക്ഷേ അതെല്ലാം ഞാൻ പറഞ്ഞത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പ്ലാന്റേഷൻ്റെ ഇപ്പോൾ 26-ാം തീയതി തീരുമാനം എടുക്കണമെന്ന് പറയുന്നത് റബ്ബറിൻ്റെ സ്ഥിതി നിങ്ങൾക്കറിയാം. റബ്ബറിന് വില എങ്ങനെ കൂലി കൂട്ടും എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. തേയിലയും അതുപോലെ തന്നെ നിൽക്കുകയാണ്. എന്നാൽ അങ്ങനെ വളരെ ഗവൺമെൻറ്റിന് ഇതെല്ലാം കൂടെ കൂട്ടി യോജിപ്പിച്ച് മാത്രമേ തീരുമാനിക്കാനൊക്കത്തുള്ളൂ. എല്ലാവരുടെയും സഹകരണമാണ് ഇതിൽ വേണ്ടത്. അല്ല അതിനെക്കുറിച്ച് ഞാനിപ്പോൾ അഭിപ്രായം പറയുന്നില്ല. പക്ഷെ നിങ്ങൾക്ക് ആലോചിക്കാമല്ലോ, കഴിഞ്ഞ തവണ മിനിമം വേജ് നിശ്ചയിച്ചപ്പോൾ 2012 നിശ്ചയിച്ചപ്പോൾ അന്ന് 105 രൂപ തേയിലയ്ക്കുണ്ടായിരുന്നു. ഇന്നിപ്പോൾ ഏകദേശം 80-81 രൂപയായി കുറയുകയാണ് ചെയ്തത്. അന്നേരം എത്രത്തോളം വർധനവ് സാധ്യമാകും? ഇത് കയ്യടിക്ക് വേണ്ടി 500 ആളെ പ്രഖ്യാപിച്ചാൽ ഈ മേഖല മൊത്തം നിശ്ചലമായി കഴിഞ്ഞാൽ പിന്നെ അന്നേരമാണ് ഈ തൊഴിലാളിക്കാണ് നഷ്ടം. മുതലാളിമാരും ബാക്കിയുള്ളവരും അവരെങ്ങനെയൊക്കെ ജീവിച്ചോളും. BS അവസാന ദിവസം BSന്റെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു. അല്ലാതെ BS ഹൈജാക്ക് ചെയ്തെന്നൊന്നും നമുക്ക് അഭിപ്രായമില്ല. അത് തൊഴിലാളികളുടെ ഒരു കൂട്ടായ്മ, ട്രേഡ് യൂണിയനുകളുടെ ഭാഗത്തു നിന്നുണ്ടായ ചില അപാകത, ഇതുമായി ബന്ധപ്പെട്ട് ട്രേഡ് യൂണിയൻ എന്തെങ്കിലും കുറ്റം ചെയ്തെന്നുള്ളതല്ല. ആ അല്ലെങ്കിൽ ഒരു വിശ്വാസം നഷ്ടപ്പെടുന്ന ചില സാഹചര്യം അവിടെ ഉണ്ടായി. അതിൻ്റെ ഭാഗമായി തൊഴിലാളികൾ സംഘടിതമായി നടത്തിയൊരു സമരമാണ്. അദ്ദേഹം പരിണതപ്രജ്ഞനായ ഒരു നേതാവാണ്. അദ്ദേഹത്തിന് കേരളത്തിൽ ഒരു സ്ഥാനം ഉണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. അത് അദ്ദേഹം ആരെയും എന്തും പറയാൻ ഉള്ള ഒരു അവസരമായി വിനിയോഗിക്കരുതെന്നുള്ള അഭ്യർത്ഥനയാണ്. അത് വസ്തുതാപരമായി വിലയിരുത്തിയിട്ട് പോരായ്മയുണ്ടെങ്കിൽ വിമർശിക്കുന്നതാകാം. പക്ഷേ അതിനുള്ള കസേരയിൽ ഇരിക്കാൻ അർഹതയുണ്ടോ ഇല്ലയോ അതാണല്ലോ അദ്ദേഹം പറഞ്ഞത്. അത് ആ തൊഴിലാളികളോട് ചോദിക്കുക. അവർക്ക് അങ്ങനെ തോന്നലുണ്ടെങ്കിൽ പിന്നെ ഞാൻ ഇരുന്നിട്ട് കാര്യമില്ലല്ലോ.